أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم فويل لهم مما يكسبون. 68ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ ദുഃഖകരമായ ചില സത്യങ്ങൾ എന്റെ സഹോദരങ്ങളോട് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ 68 വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്നെപ്പോലെയുള്ള സ്ത്രീകൾ ഒരു തരത്തിലുമുള്ള വ്യക്തി നിയമങ്ങളിൽ നിന്നും സുരക്ഷിതയല്ല എന്ന നഗ്നസത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. കർഷകന്റെ വീട്ടിൽ വല്ലാത്ത എലിശല്യം കഠിനമായപ്പോൾ കർഷകൻ ഒരു എലിവില്ല് വാങ്ങി വന്നു. ഈ എലിവില്ല് കണ്ട് എലി ആകെ പേടിച്ചു ഭയന്നു. എലി ആ വീട്ടിലുണ്ടായിരുന്ന പാമ്പിനോട് പറഞ്ഞു, ഇവിടെ ഒരു എലിവില്ല് വെക്കുന്നുണ്ട്, നീ സൂക്ഷിക്കണം. അപ്പൊ പാമ്പ് പറഞ്ഞു, എലിവില്ലിൽ നീയാണ് കുടുങ്ങാൻ പോകുന്നത്, ഞാനല്ല, അതുകൊണ്ട് നീ സൂക്ഷിച്ചാ മതി. അങ്ങനെ എലി വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ട് ആടിന്റെ അടുക്കലേക്ക് ചെന്നു. ആടുകളോട് പറഞ്ഞപ്പോഴും ഇതേപോലെ തന്നെയുള്ള പുച്ഛമാണ് എലിക്ക് ലഭിച്ചത്. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി ആ വീട്ടിലുണ്ടായിരുന്ന പോത്തിന്റെ കൂട്ടങ്ങളോട് എലി പറഞ്ഞു, കർഷകൻ ഒരു എലിവില്ലുമായി വന്നിട്ടുണ്ട്, നമ്മളൊക്കെ അതിൽ പെടും. അപ്പൊ പോത്ത് പറഞ്ഞു, എലിവില്ലിനകത്ത് എങ്ങനെയാ ഞാൻ കുടുങ്ങുക, അതുകൊണ്ട് ഇത് നിന്റെ മാത്രം പ്രശ്നമാണ്. അങ്ങനെ കുറെ നാള് കഴിഞ്ഞു. ഒരിക്കൽ ഈ എലിവില്ലിൽ പാമ്പ് കുടുങ്ങി. അങ്ങനെ എലിവില്ല് അടയുന്ന ശബ്ദം കേട്ട് കർഷകൻ ഓടിച്ചെന്ന് നോക്കുമ്പോ പാമ്പാണ്. എലിയാണെന്ന് കരുതി കൈയിട്ട് നോക്കുമ്പോ പാമ്പ് കർഷകന്റെ കൈയിൽ കൊത്തി. അങ്ങനെ ഇദ്ദേഹം വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. പാമ്പിനെ നാട്ടുകാർ അടിച്ചു കൊന്നു. ഇദ്ദേഹത്തിന് വിഷം തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാവിധ ട്രീറ്റ്മെന്റുകളും ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ആടിന്റെ സൂപ്പ് കഴിക്കണം. അങ്ങനെ ആ വീട്ടിലുള്ള ആടിനെ വെട്ടി സൂപ്പിട്ട് കുടിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിച്ചു. പാമ്പിന്റെ വിഷം കയറി ഇദ്ദേഹം മരിച്ചു. മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ. ഇദ്ദേഹത്തെ ആ ഘോഷയാത്രയോടുകൂടി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു യാത്രയുണ്ട്. അതിന് ആൾക്കാര് കൂടിയപ്പോൾ പോത്തിനെ വെട്ടി കറി വെച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട് നിസ്സഹായതയോടുകൂടി എലി അങ്ങനെ നോക്കി നിന്നു. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ വെറും ഒരു ന്യൂനപക്ഷങ്ങളുടെ മാത്രം വിഷയമല്ല. ഇതിനകത്ത് പാമ്പും പെടും, ആടും പെടും, പോത്തും പെടും. എല്ലാ ആൾക്കാരുടെയും വിഷയങ്ങളാണിത്. ഇത് എന്റേത് എന്നറിഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ എന്റെ സഹോദരിയാണ് എന്ന് ചിന്തിക്കണം, എന്റെ മകളാണെന്ന് ചിന്തിക്കണം, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിപ്പിക്കുമ്പോൾ മാത്രമേ ഏകീകൃത സിവിൽ കോഡ് എന്തല്ല, ഇത് വേണ്ടുന്നതാണോ വേണ്ടാത്തതാണോ എന്ന് നമുക്ക് തിരിയുള്ളൂ. ഒരു വാർത്തവാക്യമുണ്ട്, സ്വന്തമാം പ്രജ്ഞയില്ലാത്തോനന്തമന്യേ പഠിക്കലും ശാസ്ത്രമറിയാ കയ്യിലു കറി ശാസ്ത്രാർത്ഥമറിയാ കയ്യിലു കറി കണക്കിനെ സ്വാദു ശാസ്ത്രാർത്ഥമറിയാ കയ്യിലു കറി സ്വാദു കണക്കിനെ. നമ്മളിങ്ങനെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ
പല കാര്യങ്ങളും നാം അറിയുന്നില്ല. സ്വന്തമായി നമുക്കൊരു അഭിപ്രായങ്ങളില്ല, സ്വന്തമായി വേർതിരിവുകളില്ല, തിരിച്ചറിവുകളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നാടോടുമ്പോൾ നടുവേ ഓടുന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. എത്ര സ്വാദിഷ്ടമായ കറിക്കുള്ളിൽ കിടക്കുന്ന തവിയും കയ്യിലും എന്ത് ചെയ്യുന്നില്ല? ആ കറിയുടെ രുചി അറിയുന്നില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം സ്ത്രീകൾ അറിയുന്നതേയില്ല. കാരണം ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ വ്യക്തി നിയമങ്ങളും പുരുഷ കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ അതിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു. നമ്മുടെ വാഗത്താൻ സാറ് പറഞ്ഞതുപോലെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് വേണ്ടത് എന്താണ്? നിരപേക്ഷത തന്നെയാണ്. മതത്തെ ചേർത്തു പിടിക്കാതെ, മതത്തെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് മനുഷ്യനെയാണ് കൂട്ടിപ്പിടിക്കേണ്ടത്. ഇവിടെ മാനവികതയാണ് പുലരേണ്ടത്. സിവിൽ കോഡ് എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഏകദേശം ആൾക്കാർക്കും വിഷയം എന്ത് എന്ന് അറിയില്ല. അവർ വിചാരിക്കുന്നത് നമ്മുടെ മത ആചാര വിശ്വാസ അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ മങ്ങലേൽക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഇല്ല, ഒരു ചുക്കും മതങ്ങൾക്ക് സംഭവിക്കില്ല. ഏകീകൃത സിവിൽ കോഡും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മതം എവിടെയാണ് വേണ്ടത്? ചർച്ചുകളിൽ, പള്ളികളിൽ, അമ്പലങ്ങളിൽ. രാഷ്ട്രത്തെ എന്തിനു മതവുമായി കൂട്ടിയോജിപ്പിക്കണം? അപ്പോ ഇവിടെ സാറ് ഏകദേശം മറ്റു മതങ്ങളെ ഒക്കെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകീകൃത സിവിൽ നിയമം മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം അനാഥകളെയും മുസ്ലിം മൈനറെയും എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയമാണ്. ഇപ്പോ മതേതരത്വ രാഷ്ട്രമായ ഇന്ത്യയിൽ ട്രാഫിക് റൂൾ ലംഘിച്ചാൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ശിക്ഷയാണ്. പക്ഷേ അതുപോലെ തന്നെ വിവാഹം, ഇവ പ്രധാനമായിട്ടും ഏകീകൃത സിവിൽ കോഡിൽ നമുക്ക് വരുന്ന വിഷയങ്ങൾ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങളിലാണ് നമുക്കിവിടെ വിഷയങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ മതം എന്തു പറയുന്നു? ഇവിടെ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഇസ്ലാമിസ്റ്റുകളുണ്ട്. ഈ 3 തരത്തിലുള്ള ആൾക്കാർക്കും 3 തരത്തിലുള്ള നിയമങ്ങളാണെന്ന് പറയുമ്പോൾ നമുക്ക് ചിലതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതാണ്, ഇത് പൂർണ്ണമായും പുരുഷനിൽ മാത്രം അധിഷ്ഠിതമായ വ്യക്തി നിയമങ്ങളാണ്. അപ്പോ മുസ്ലിങ്ങൾക്ക് മാത്രം വിവാഹം വരുമ്പോൾ, വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. ആരുമായി? ഈ പെൺകുട്ടിയുടെ പിതാവുമായി വരനെടുക്കുന്ന കരാറല്ല. ഇന്ന് പുരുഷനും സ്ത്രീയും തമ്മിൽ എടുക്കേണ്ടുന്ന കരാറുകൾ ആ പുരുഷന്റെ പിതാവും പുരുഷനും തമ്മിൽ എടുക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും മാറ്റി മനുഷ്യനായി കണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ആണിനും പെണ്ണിനും എല്ലാ മതസ്ഥർക്കും തുല്യനീതി നടപ്പാക്കണം എന്നു മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുപോലെ പെണ്ണ് കെട്ടുക, നമുക്കറിയാലോ, അറബിയിൽ പറയുക നിക്കാഹ് എന്നാണ്. വിവാഹത്തിന് അറബിയിൽ പറയുക. നിക്കാഹ് എന്ന പദത്തിന്റെ അർത്ഥം കെട്ടുക. നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു പയ്യൻ, 32 വയസ്സായ ഒരു പയ്യനെ നോക്കി ആരും ചോദിക്കാറില്ല ഇവനെ കെട്ടിച്ചില്ലേന്ന് ആരും ചോദിക്കാറില്ല. ചോദിക്കാറുണ്ടോ? അതേപോലെ ഒരു പെൺകുട്ടിയെ നോക്കിയാൽ ഇവളെ കെട്ടിച്ചില്ലേന്ന് ചോദിക്കും, കഴുത്തിൽ കുടുക്കിട്ടില്ലേന്ന്. അപ്പോൾ അത് അഴിക്കണ്ടേ? അതാണ് ത്വലാഖ്. ഇത്തരം വിഷയങ്ങളിലാണ് ഇവിടെ മതം ഇടപെടുമ്പോൾ സ്ത്രീകൾക്കു ലഭിക്കേണ്ടുന്ന നീതി ലഭിക്കാതെ വരുന്നു. അതായത് വിവാഹത്തിൽ മുസ്ലിങ്ങൾക്കു മാത്രം ഒരു പ്രത്യേക നിയമം. എന്താണ് വിവാഹത്തിലുള്ള നിയമം? ഈ പെണ്ണിനെ ആണ് കാണുക പോലും വേണ്ട. ഇസ്ലാമിക വിധി അനുസരിച്ചിട്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു കൃഷിയിടമാണത്രേ. അപ്പോ കൃഷിയിടം കാണേണ്ടത് ആരാ? കർഷകൻ. കൃഷിയിടം കർഷകനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ വെറും ഒരു വിൽപ്പന ചരക്കായി മാത്രം മാറുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരം അനീതിക്കെതിരെ ശബ്ദിക്കാതിരിക്കാനാവുക? അപ്പോൾ ഞാൻ
ഒരു 18 വയസ്സോ 20 വയസ്സോ ആകുന്ന സാഹചര്യത്തിൽ മരണം വരെ ജീവിക്കാനുള്ള ആളിനെ ഞാൻ കാണണം, ഞാൻ അറിയണം, എന്റെ സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു കള്ളുകുടിയനെയോ വ്യഭിചാരിയെയോ പിടിച്ചുപറിക്കാരനെയോ കൊള്ളക്കാരനെയോ എന്റെ തലയിൽ കെട്ടിവെച്ചു തരാൻ എന്റെ പിതാവിന് കൊടുക്കുന്ന അനുമതിയാണ് ഈ ശരീഅത്ത്. ഇനിയും ഹൃദയമുള്ളവർ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ ഒന്ന് കൈവച്ചിട്ട് പറയണം, ആരുടെയെങ്കിലും മുമ്പിൽ കുനിച്ചു കൊടുക്കണോ എന്റെ തല? ഞാൻ മരണം വരെ ജീവിക്കാനുള്ള ആളിനെ ഞാൻ അറിയണ്ടേ? ഒന്നുമല്ലെങ്കിൽ ഞാൻ അയാളെ കാണണ്ടേ? ഹദീസുകൾ പ്രകാരം മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്ന പെണ്ണിനെ കണ്ടാലും വിവാഹം സാധുവാണ്. ഇങ്ങനത്തെ ഇത്തരം മതനിയമങ്ങളെ ശരീഅത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിൽ എന്താണ് ശരീഅത്ത് എന്ന് പോലും അറിയാത്ത നിയമപാലകർ ഈ ശരീഅത്ത് എന്ന് പറയുന്ന വിഡിത്തങ്ങൾ എന്നെ പോലെയുള്ള സ്ത്രീകളുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ എന്താണ് ശരീഅത്ത് എന്നുകൂടി നിങ്ങളൊന്നറിയൂ. പണ്ട് അബ്ബാസിയ ഭരണകാലഘട്ടത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്ന 8-9 നൂറ്റാണ്ടുകളിൽ മുത്തവക്കിൽ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ നാട്ടുകഥകൾ പറഞ്ഞു നടന്നിരുന്ന 4 പേർ, അബൂ ഹുറൈറയെ പോലെയുള്ള, തമീമുദ്ദാരിയെ പോലെയുള്ള, കഅബുൽ അഹ്ബാറിനെ പോലെയുള്ള ഈ നാടോടി കഥകൾ പറഞ്ഞു നടന്നിരുന്ന ആൾക്കാർ പിന്നീട് മുഹമ്മദ് നബിയുടെ മരണശേഷം ഖലീഫമാരായ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം നാട്ടുകഥകൾ, കിംവദന്തികൾ അവർ പറഞ്ഞു കേട്ടു എന്നുള്ള രൂപത്തിൽ എഴുതിപ്പിടിപ്പിച്ച ഈ തോന്നിയാസത്തിനു മുന്നിൽ എന്റെ ജീവിതം ഞാൻ അടിയറ വെക്കപ്പെട്ടു. ഇതുവരേക്കും അതിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടായിട്ടില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു മോചനമില്ല. അതുപോലെ തന്നെ വിവാഹം, മറ്റു കാര്യങ്ങൾ ഞാൻ ആധികാരികമായിട്ട് പറയാത്തത്, വാഗത്താൻ സാർ വളരെ വിശദീകരിച്ച വിഷയങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഈ വിഷയത്തിലേക്ക് തന്നെ ഞാൻ വരാൻ കാരണം. പിന്നെ സമയം അതിക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന്, വിവാഹം മാത്രമല്ല, ഏതു സാഹചര്യത്തിലും ഒരു പെണ്ണിനെ ഒരു പുരുഷനെ ഒഴിവാക്കാം. യാതൊരു കാരണവും കാണിക്കേണ്ട, വിതൗട്ട് എനി റീസൺ, ഒരു കാരണവും കാണിക്കാതെ ഈ പെണ്ണിനെ ഈ പുരുഷൻ ഒഴിവാക്കി അടുത്തവളെ പിടിക്കാം, പ്രശ്നമില്ല. ഇത്തരം നിയമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഭരണഘടന സ്ത്രീകളോട് മാത്രമല്ല രാജ്യത്തോടും കാണിക്കുന്ന വഞ്ചനയാണ്. ഭരണത്തിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരെയും തുല്യരായി കാണാം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് കസേരയിൽ കയറി കഴിയുമ്പോൾ എത്ര മത നേതാക്കളുണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ? സംഘടനകൾക്ക് വേണ്ടിയല്ലാതെ, അധികാര കസേരകൾക്ക് വേണ്ടിയല്ലാതെ, പണത്തിനും പ്രശസ്തിക്കും പേരിനും വേണ്ടിയല്ലാതെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സംഘാടകർ സാധാരണക്കാരന്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ഇത്തരം സെമിനാറുകളും ഇത്തരം പ്രകടനങ്ങളും ഇത്തരം സിമ്പോസിയങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളും ഒക്കെ. ഇത് വളരെ അഭിനന്ദനാർഹമാണ്. ഈ സാഹചര്യത്തിൽ സംഘാടകർക്ക് കൂടി നന്ദി പറയുന്നു. അപ്പോ ഒരേ സമയത്ത് ഒരു പുരുഷന് 4 പെണ്ണിനെ വച്ചുകൊണ്ടിരിക്കാൻ ഇസ്ലാമിക ശരീഅത്ത് അവർക്ക് അനുമതി നൽകുന്നു. 4 പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ ഖുർആാനിന്റെ നിയമപ്രകാരം 4 ഒന്നുമല്ല, അതിലധികം പോകും. അത് പോട്ടെ, ഇനിയിപ്പോ ഖുർആൻ വിമർശിച്ചു എന്നായിരിക്കും അടുത്ത പ്രശ്നം. അത് പോട്ടെ. അപ്പോ 4 വിവാഹം കഴിക്കാം. കറിക്ക് ഉപ്പ് കുറഞ്ഞു പോയി എന്ന കാരണത്താൽ, കഞ്ഞിവെള്ളത്തിന് ചൂട് പോരാ എന്ന കാരണത്താൽ, രാവിലെ ഉറക്കം എഴുന്നേക്കാൻ ഒരൽപ്പം താമസിച്ചു എന്ന കാരണത്താൽ, ഡോർ അടയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ അടയ്ക്കാൻ പറഞ്ഞത് ഇവള് കേൾക്കാത്തതിന്റെ പേരിൽ അടച്ചില്ല എന്ന കാരണത്താലൊക്കെ പഴം തുണിക്കെട്ട് വലിച്ചെറിയുന്നത് പോലെ ഇവിടെ സ്ത്രീ ജീവിതമിട്ട് അമ്മാനമാടി കളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ മുസ്ലിം വ്യക്തി നിയമം പുരുഷന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോ ഇവർക്ക് ധാരാളം, അപ്പൊ ഇവരുടെ പ്രശ്നം ഭോഗമാണ്. കാരണം ധാരാളം പെണ്ണിനെ വേണം ഇവർക്ക്. ഇപ്പോ പിന്നെ തലപ്പാവ് ധരിച്ച്
താടി വെച്ചെന്ന് കരുതി ഒരാളും സംസ്കാര സമ്പന്നരാവില്ല. തൊപ്പിയും വെച്ച് മുട്ടാക്കും ഇട്ട് 5 നേരം ഉച്ചയും കുത്തി മറിഞ്ഞെന്ന് കരുതി ഒരാളും വിവരമുള്ളവരാവില്ല. കാരണം ഇന്ന് ഈ പാണ്ഡിത്യം പേറിയിരിക്കുന്ന ആൾക്കാർ അവർ അനർഹരാണ്. അതുകൊണ്ട് സമൂഹത്തെ നയിക്കാൻ, സമൂഹത്തെ വേണ്ടുന്ന രൂപത്തിൽ സേവനങ്ങൾ അർപ്പിക്കാൻ പര്യാപ്തരല്ല ഇവർ. ഇനിയും ഈ മതം, ഇസ്ലാം എന്ന ഈ ഒരു സംസ്കാരം, ഈ ഒരു കൺസെപ്റ്റ് ഏതെങ്കിലും പാണ്ഡിത്യത്തെ ബഹുമാനിച്ച മതമാണോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞോ പണ്ഡിതന്മാർ എന്തു പറയുന്നു എന്ന് നോക്കി ചെയ്യാൻ? ഇല്ല. ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. നമ്മുടെ തീർച്ചയായും വിശ്വാസികളെ നിങ്ങളൊന്ന് കേട്ടോ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആൾക്കാരും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അനർഹമായിക്കൊണ്ട് അർഹതയില്ലാതെ സാധാരണക്കാരന്റെ ധനം തിന്നുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഖുർആനിന്റെ നിയമം ഇവിടെ പുലരുകയാണെങ്കിൽ പോലും ഈ പണ്ഡിതന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നമ്മുടെ തലച്ചോറ് പണയം വെക്കേണ്ടുന്ന ഗതികേട് നമുക്കില്ല. അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ഒരു കരാറായിരിക്കണം. അത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. പോരെങ്കിൽ ഈ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. ഇത് ഏതെങ്കിലും മതത്തിലെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ എങ്ങാനും ബാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സാമാന്യം ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ 4 വിവാഹം, ഇനി അതിലേക്ക് വരാം. 4 വിവാഹം കഴിക്കുന്നതിന്റെ കാരണം സാറ് പറഞ്ഞു. ഒരു ഇസ്ലാമിന്റെ ഒരു പണ്ഡിതൻ പറഞ്ഞത്രേ. ആ കാരണം ഞാനിവിടെ പറയുന്നില്ല, സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇതാണ് ഇവരുടെ പ്രശ്നം. സ്ത്രീകളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ കിട്ടുന്ന ഇടവേളകളിൽ അടുത്ത ഒരാളെ സ്വീകരിക്കാം. അപ്പോ 4 പേരെ എപ്പോഴും ഒരാൾ പെൻഡിങ്ങിൽ നിൽക്കും. അങ്ങനെ സ്ത്രീകളെ ഇട്ട് അമ്മാനമാടി കളിക്കുകയും ഏത് സാഹചര്യത്തിലും പഴം തിന്നിട്ട് തൊലി വലിച്ചെറിയുന്നത് പോലെ ചണ്ടിയാക്കി ഈ സ്ത്രീകളെ വലിച്ചെറിയാനുമുള്ള സ്വാതന്ത്ര്യമാണ് മതം ഇവർക്ക് നൽകുന്നത്. അപ്പോ ഇനി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഒഴിവാക്കണമെങ്കിൽ കഞ്ഞിവെള്ളത്തിന് ഉപ്പ് പോരാ എന്ന് കാരണം പോലും വേണ്ട. പറഞ്ഞല്ലോ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ കെട്ടുക. ഈ കെട്ടിനെ എന്ത് ചെയ്യണം? അഴിക്കണം. ത്വലാഖ്, അഴിക്കുക. ഇതിൽ വിവാഹം എവിടെ? ഇതിൽ വിവാഹം എവിടെ? പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഇയാൾക്ക് തോന്നുന്ന സമയത്ത് അങ്ങ് അഴിച്ചുവിടും. അഴിച്ചു വിട്ടു കഴിഞ്ഞാലോ ചിലപ്പോൾ ഇവന്റെ ബീജത്തിൽ ജനിച്ച മക്കൾ ഇവളോടൊപ്പം കാണും. എന്നാലും ഇവനൊരു പ്രശ്നവുമില്ല. കാരണം ഇവന്റെ പ്രശ്നം ഭോഗം മാത്രമാണ്. സ്ത്രീകളെ ഭോഗിക്കുക, രമിക്കുക, സുഖസുഷുപ്തിയിൽ ജീവിക്കുക, ഇത് മാത്രമാണ് ഇവന്റെ ലക്ഷ്യം. അതിൽ ആരൊക്കെ അനീതിവൽക്കരിക്കപ്പെട്ടാലും, നിയമത്തിന്റെ യാതൊരു ആനുകൂല്യവും ആർക്കൊക്കെ ലഭിക്കാതെ പോയാലും അവരുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവൻ ആസ്വദിക്കും ഇവന്റെ ജീവിതം. ഇവന് പ്രശ്നമില്ല. അപ്പോൾ ഇവൻ ഒന്നുകിൽ മെസ്സേജ് ത്വലാഖ്, അപ്പോൾ തന്നെ ഇവൾ എന്ത് ചെയ്തു? വിവാഹമോചിതയായി. അന്ന് മുതൽ ഇവൾ എന്ത് ചെയ്യണം? പുറത്തിറങ്ങാതെ വെള്ള സാരി ഉടുത്ത് കമ്മലും മാലയും ഒക്കെ ഊരി വെച്ച് പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കാതെ, കണ്ണെഴുതാതെ, പൗഡർ ഇടാതെ എന്ത് ചെയ്യണം? അന്യപുരുഷന്മാരെ ഒന്നും കാണാതെ ഒരു മൂലയ്ക്ക് അങ്ങനെ ഇരുന്നോണം. ഇതാണ് ഇവിടത്തെ നിയമം. അപ്പോ ഈ സ്ത്രീക്ക് എന്തിനാണ് തന്നെ മൊഴി ചൊല്ലിയത്, എന്തിനാണ് ഇദ്ദേഹം എന്നെ ത്വലാഖ് ചൊല്ലിയത് എന്ന് പോലും ഈ സ്ത്രീക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യമില്ലെന്ന് പറയുമ്പോൾ, ഇത്ര കാലവും ഇവന്റെ കൂടെ ഉറങ്ങി ഇവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് പേടിച്ച് ഭയന്ന് ഏതെല്ലാം തരത്തിൽ ഇവനും ഇവന്റെ വീട്ടുകാരും കാണിക്കുന്ന എല്ലാവിധ കൊള്ളരുതായ്മകളും സഹിച്ച് ഇത്തരം പീഡനം നടക്കണം, ഇതെല്ലാം ചെയ്തിട്ടും രാത്രി ഇദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കരയാൻ പാടില്ല. 5-6 കുട്ടികളും ഉണ്ടാകുമല്ലോ, ഒരു കൺട്രോളും ഇല്ലല്ലോ. അപ്പോ ഈ കുട്ടികൾ കരഞ്ഞു പോയാൽ ഇദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെടും. അപ്പോഴും പെണ്ണിന്റെ ചെകിട്ടത്താണ് അടുത്ത പ്രഹരം.
ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു പെണ്ണ് ഇവനോടൊപ്പം ജീവിതം കഴിച്ചു കൂട്ടുന്നത് പേടിച്ചു ഭയന്നിട്ടാണ്. കാരണം ഏത് സാഹചര്യത്തിലും വരാം ത്വലാഖ് എന്ന ഇടിനാദം ഇവളുടെ ചെവികളിലേക്ക്. അപ്പോ അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവളെ ത്വലാഖ് അഴിച്ചുവിട്ടു. ത്വലാഖ് എന്ന് പറഞ്ഞാൽ അഴിച്ചുവിട്ടു, കെട്ടഴിച്ചു വിട്ടു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവൾ ഇരിക്കണം, ആരെയും കാണാതിരിക്കണം. ഈ ത്വലാഖ് എന്ന് പറഞ്ഞതോടുകൂടി മറ്റേയാള് രക്ഷപ്പെട്ടു. അയാളിന് അടുത്ത ഹണിമൂണിനെ കുറിച്ചിട്ടാ ചിന്തിക്കുന്നത്. അപ്പൊ ഇനി ഈ പെണ്ണിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ധാരാളം സ്ത്രീകൾ ഇത്തരം കാമവെറിയന്മാരു കാരണം പീഡിപ്പിക്കപ്പെട്ട്, സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെട്ട്, കുടുംബത്തിൽ പോലും ഭാരമായി സഹോദരങ്ങളുടെ മക്കളെ കുളിപ്പിച്ചും കഴുകിയും സഹോദരന്റെ അടുക്കളയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് സ്ത്രീജന്മങ്ങൾ ഒടുങ്ങുന്നുണ്ട്. ഇനി നിങ്ങൾ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചിട്ടൊന്ന് പറയണം, ഇതിനെതിരെ മനസാക്ഷിയുള്ളവർ ശബ്ദിക്കേണ്ടതില്ലേ? വേറെ ഒന്നും വേണ്ട, ഇദ്ദേഹം ഈ പെണ്ണിനെ ഒഴിവാക്കിക്കൊള്ളട്ടെ, പ്രശ്നമില്ല. അതിനൊരു കാരണം വേണ്ടേ? അതിനിവനൊരു കാരണം കാണിക്കണ്ടേ? ഇനിയും ഇവനെ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാം, 4 മനുഷ്യൻ പെണ്ണുങ്ങളെ വെച്ചോണ്ടിരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഒരു കോടതിയും ഒരു നിയമവും ഒരു സംഘടനയും ഇവനെതിരെ ഒരു പുൽക്കൊടി പോലും അനക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മനസാക്ഷിയുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിക്ക്. ഏകീകൃത സിവിൽ കോഡ് മതമാണോ? അതോ സ്ത്രീയുടെ അവകാശങ്ങളാണോ സ്ഥാപിച്ചെടുക്കേണ്ടത്? ഭരണഘടനയുടെ ഔദാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് എന്റേതായിട്ടുള്ള അവകാശങ്ങളില്ലേ? എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളില്ലേ? അതൊക്കെ ഹനിക്കപ്പെടുന്ന തരത്തിലുള്ള ഇത്തരം നിയമ സംവിധാനങ്ങളെ എതിർക്കേണ്ടതില്ലേ? ഇത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഇയാൾ ഒരു ത്വലാഖ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്, 3 മാസവും 10 ദിവസവും ഇരിക്കണം. ഈ കാലഘട്ടത്തിൽ ഇവന് തിരിച്ചെടുക്കാൻ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഒരു ത്വലാഖ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇവന്റെ വാശി മാറുന്നില്ല. പെണ്ണ് സാധുവായിരിക്കും, ഇനി അവളുടെ പേരിൽ പ്രശ്നമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോ എന്ത് ചെയ്യും? രണ്ടാമതൊരു ത്വലാഖ് പറഞ്ഞു. അത്വലാഖു മറത്താനി. ഒന്ന് ബുദ്ധി ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കെട്ട്, നമ്മൾ ഒരു ആടിനെ കൊണ്ടുവന്ന് നമ്മുടെ തൊഴുത്തിൽ കെട്ടുന്നു. ഒരു കെട്ടാണ് ആടിനെ കെട്ടുന്നത്. അത് ഒരു തവണ കെട്ടി അടുത്ത തവണ അഴിച്ചും വിട്ടു. ഇനി അതിനെ അഴിക്കാൻ പറ്റുമോ? ഇനിയും കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടണ്ടേ? ഇത് കെട്ടിയിട്ടില്ല. അപ്പോൾ പെണ്ണിനെ ഒരു വിവാഹം കഴിച്ചു, ഒരു നിക്കാഹ് കഴിച്ചു, ഒരു കെട്ട് കെട്ടി, എന്ത് ചെയ്തു? ഒരു അഴിക്കൽ അഴിച്ചു. അതോടുകൂടി ഇവിടെ സാറ് പറഞ്ഞതുപോലെ മുത്തലാഖല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ത്വലാഖാണ് ഇവിടുത്തെ വിഷയം. മുത്തലാഖും 2 തലാഖും 300 തലാഖും 3000 തലാഖും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഒരു ത്വലാഖ് പറയുമ്പോൾ തന്നെ ഈ പെണ്ണ് വിവാഹമോചിതയായി കഴിഞ്ഞു. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഖുർആൻ പറയുന്ന പ്രകാരം വീണ്ടും ഒരു ത്വലാഖ് കൂടി പറയണം എന്നാണ്. ചേടാ, ഭാര്യയെ അല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ? ഒരു തവണ ഇവളെ കെട്ടി, ഒരു തവണ ഒഴിവാക്കി. ഇനി അവൾ സ്വതന്ത്രയല്ലേ? ഇനി എങ്ങനെ അവളെ വല്ലവളെയും എങ്ങനെ രണ്ടാമത്തെ കെട്ടഴിക്കുന്നത്? കെട്ടില്ല. ആ കെട്ടുപാടിൽ നിന്നും അവൾ സ്വതന്ത്രയായി കഴിഞ്ഞു. അങ്ങനെ ഇതിന്റെ നിയമപ്രകാരം രണ്ടാമതും ത്വലാഖ് പറഞ്ഞു. ഇനിയും അവളെ എന്ത് ചെയ്യാം? പറഞ്ഞു വിടണമെങ്കിൽ തസ്രീഹും ബിഇഹ്സാൻ, ഒന്നുകിൽ അവളെ പറഞ്ഞു വിടണമെങ്കിൽ മാന്യമായി അവളെ പറഞ്ഞു വിടണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി അല്ല, നിനക്കവളെ കൂടെ താമസിപ്പിക്കണമെങ്കിൽ അതും മാന്യമായി തന്നെ അവളെ നീ കൂടെ താമസിപ്പിക്കുകയും ചെയ്യണം. പറഞ്ഞു വിടുന്നെങ്കിലും മാന്യമായി, കൂടെ താമസിപ്പിക്കുന്നെങ്കിലും മാന്യമായി ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞു. ഇന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ത്വലാഖ് ചെയ്താൽ എന്തിനാണ് ത്വലാഖ് ചെയ്തത് എന്നു പോലും പരമോന്നത നീതിപീഠത്തിൽ നിന്നും ചോദ്യങ്ങൾ അവനെതിരെ ഉയരുന്നില്ലെങ്കിൽ അവൻ ഏത് സാഹചര്യത്തിലും പെണ്ണിനെ ഒഴിവാക്കിക്കൂടെ?
ഒരിക്കല് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയത് ഇദ്ദേഹത്തിന് യൂറിനൽ ഇൻഫെക്ഷൻ ആണ്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിന്നിനകത്ത് കുറച്ച് മൂത്രമൊക്കെ ആയിട്ടാ പോകുന്നത്. ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കൈ തട്ടി എന്ത് ചെയ്തു? മൂത്രം തറയെ പോയി. ഈ സ്ത്രീക്കാകെ പേടിയായി. അതിന്റെ പേരിൽ തൊലാക്ക് വരുമല്ലോ. ഇവരെന്ത് ചെയ്തു? ബാത്റൂമിൽ പോയി ആ ടിന്ന് നിറയെ മൂത്രം ഒഴിച്ചു വെച്ചു. ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഇദ്ദേഹം 8 മാസം ഗർഭിണിയാണ്. നോക്കൂ, ഒരു സ്ത്രീ ഇവന്റെ കൂടെ കഴിയുമ്പോൾ അത്രമാത്രം പേടിച്ച് ഭയന്ന് എന്തെല്ലാം പീഡനങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് അവൾ ജീവിക്കുന്നെന്ന് നോക്കൂ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കറിയാം വീട്ടിലെ സകലമാന ജോലികൾ, പുറത്ത് ജോലിയുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്. ഞാൻ ജോലിയുള്ള ആളായിരുന്നു, ഇപ്പൊ ഞാൻ സ്വതന്ത്രയാണ്, ഇപ്പൊ എനിക്ക് ജോലിയില്ല. ഞാൻ രാവിലെ 5:30 മണിക്ക് പഠിപ്പിക്കാൻ പോകും. 5:30 മണിക്ക് പഠിപ്പിക്കാൻ പോയിട്ട് 8 മണിയാകുമ്പോൾ വീട്ടിൽ വരും. 8 മണിയാകുമ്പോ വീട്ടിൽ വന്ന് 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി 6 മണിക്ക് പോകേണ്ടുന്ന എന്റെ മോളെ ഞാൻ 5:30 മണിക്ക് ഒരുക്കി നിർത്തും. അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത്, എല്ലാവരുടെയും പൊതുവിൽ പറയുന്നതാണ്. അങ്ങനെ 8 മണിക്ക് വന്ന് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്ക് അടുത്ത പഠിപ്പിക്കാൻ പോകണം, സ്കൂളിൽ കയറണം. അങ്ങനെ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അവിടെ പഞ്ചിങ് സംവിധാനമാണ്. 7:15, 8 മണി എന്നുള്ളത് ഒരു 2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മുടെ ശമ്പളത്തിൽ നിന്നും സ്കെയില് കുറച്ച് കുറയും. ഈ സ്കൂളിൽ പോയി സ്കൂള് വിട്ട് 3:30 മണിക്ക് സ്കൂള് വിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയി പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കറി ഉണ്ടാക്കി, ഭക്ഷണം ചോറുണ്ടാക്കി എല്ലാം വേവിച്ച് പെറുക്കി വെച്ചിട്ട് അടുത്ത 4:30 മണിക്ക് വീണ്ടും ട്യൂഷൻ. ഇതൊക്കെ കഴിഞ്ഞ് 10 മണിക്ക് വീട്ടിലെത്തിയാൽ 10 മണി മുതൽ 11 മണി വരെ വീട്ടിൽ ട്യൂഷൻ. ഈ 11 മണിക്ക് ശേഷം വീട് അടിച്ചു വാരണം, തുടയ്ക്കണം, തുണി കഴുകണം. 2 കുട്ടികളുണ്ട്, കുട്ടികളെ നോക്കണം. എനിക്ക് 5.5 വയസ്സുള്ള മകനുണ്ട്. അവൻ 4 വയസ്സിലാണ് സംസാരിച്ചത്, എന്റെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കാരണം. എന്റെ കുട്ടിക്കൊന്ന് ഭക്ഷണം വാരിക്കൊടുക്കാൻ പറ്റാത്തത് കാരണം, എനിക്ക് സമയമില്ലാത്തത് കാരണം വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇങ്ങനെ വീട്ടിൽ തുണി കഴുകുന്നത് രാത്രി 2 മണി 3 മണിക്കൊക്കെയാണ് തുണി കഴുകുന്നത്. എന്നിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ പഠിച്ചോണ്ടിരുന്ന് ടേബിളിന്റെ പുറത്ത് ചുമ്മാ കമിഴ്ന്ന് കിടന്ന് ഒന്ന് കണ്ണടയ്ക്കുകയല്ലാതെ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും സാഹചര്യവും സന്ദർഭവും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ഇങ്ങനെ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച് ഒരു സ്ത്രീ ഒരാളോടൊപ്പം 20, 30, 40, 50 വർഷം ജീവിച്ചു. പെട്ടെന്ന് ഒരു ദിവസം തൊലാഖ് തൊലാഖ് തൊലാഖ്. ഇതെന്താ മാന്ത്രിക വിദ്യയാണോ? ഇങ്ങനെ പറയുന്ന ഉടനെ ടാറ്റ പറഞ്ഞ് പോകാൻ? ഇവനിൽ ജനിച്ച കുട്ടികളെ പോലും നോക്കാതെ, പരിഗണിക്കാതെ, പ്രായം കൂടിപ്പോയി, ആരോഗ്യം ക്ഷയിച്ചുപോയി. അപ്പോൾ 5, 6 പ്രസവിച്ചതിന്റെ പേരിൽ ശരീരത്തിൽ ഉടവുകൾ സംഭവിച്ചു. വേണ്ടത്ര രൂപത്തിൽ പഴയ ആസ്വാദനം ലഭിക്കാത്തതിന്റെ പേരിൽ പുതിയ ഒരു പെണ്ണിനെ നോക്കി അന്വേഷിച്ച് പോകുന്ന ഇദ്ദേഹം ഈ പെണ്ണിനെ തൊലാഖ് 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 ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കി കഴിഞ്ഞാൽ ടാറ്റ പറഞ്ഞു പോകണമെന്ന് പറയുന്ന ഈ നിയമത്തെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഇതാണ് സിവിൽ കോഡ്. ഇതാണ് സിവിൽ കോഡ്. സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നുമല്ല. ഇത് ഇത്രയും അട്ടഹാസങ്ങളൊന്നും ഉണ്ടാക്കേണ്ട വിഷയമല്ല. ഇത് തലയ്ക്ക് സ്ഥിരതയുള്ളവർ, മനസാക്ഷിയുള്ളവർ, മാംസവും മജ്ജയും ഉള്ളവർ ഒന്ന് ചിന്തിച്ചാൽ ഇത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്ന് മനസ്സിലാകുന്ന വിഷയമേ ഉള്ളൂ. ഇത് മോഡി സർക്കാർ കൊണ്ടുവരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ UDF സർക്കാർ കൊണ്ടുവരുന്നത് കൊണ്ടോ ഇതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മകൻ ചത്താലും സാരമില്ല, മരുമകൾ ഒന്ന് വെള്ളസാരി ഉടുത്ത് കണ്ടാ മതി എന്ന് പറയുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞു 1980 കാലഘട്ടം മുതൽ
ഏകീകൃത സിവിൽ കോഡിനെതിരെ ശബ്ദിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരൊക്കെയും. അപ്പോൾ ഇന്നും ഇന്നലെയും പൊങ്ങി വന്ന വിഷയമല്ല ഇത്. അപ്പോൾ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് പറയുന്നത്, ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയുന്നവർ പറയുന്നത്, ഇദ്ദേഹം ത്വലാഖ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് മതിയായ കാരണങ്ങൾ ഉണ്ടാകണം. ഇത് നീതിയല്ലേ? അതുപോലെ തന്നെ ആണിൻ പെണ്ണിനെ ഒഴിവാക്കാൻ ഒരു കാരണവും വേണ്ട എന്ന് പറയുമ്പോൾ പെണ്ണിനും ഈ റൈറ്റ് വേണ്ടേ? പെണ്ണിനും ഇയാളെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ ഇവിടെ വകുപ്പുകളില്ല. 1939 പിന്നെ ഫസക് ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വക്കീലന്മാരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഭൂമിയിൽ ഒരു ത്വലാഖ് നടന്നാൽ ശരീഅത്ത് നിയമം പറയുന്നു അള്ളാഹുവിന്റെ സിംഹാസനം ആടി ഉലയുമത്രേ. ഇത്രക്കുള്ള കനം മാത്രമേ ആ സിംഹാസനത്തിനുള്ളെങ്കിൽ പുല്ല് പോട്ടെ കരുതണം. അതല്ലേ വേണ്ടത്? ഒരു പെണ്ണിനെ നരകിപ്പിച്ചിട്ട് എന്തിനാ ഈ സിംഹാസനം ഇങ്ങനെ നിലനിൽക്കുന്നത്? ഒരു പെണ്ണിന്റെ കണ്ണുനീരിൽ ചവിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാള് ത്വലാഖ് പറയുമ്പോൾ സിംഹാസനം ഉറയ്ക്കുവാണോ? ഇത്തരം മതനിയമങ്ങളെ കല്ലെറിയണ്ടേ എന്നാണ് എന്റെ ചോദ്യം. ഇത്തരം മതനിയമങ്ങളെ എങ്ങനെയാണ് നമ്മൾ അനുകൂലിക്കുന്നത്? ഇത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ സ്വന്തം മക്കൾക്കോ സഹോദരങ്ങൾക്കോ വരണം. കാരണം ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമാണ്. 1930 കാലഘട്ടങ്ങളിൽ പഞ്ചാബിൽ ഒരു മുസ്ലിം പെൺകുട്ടി, പിതാവ് മരിച്ചു, പിതാവിന്റെ സമ്പത്തിനു വേണ്ടി സഹോദരന്റെ കാല് പിടിച്ച് പുറകെ നടന്നു. സഹോദരൻ കൊടുക്കാൻ തയ്യാറായില്ല. അന്ന് ഏകദേശം വകുപ്പുകളിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. നിയമങ്ങളില്ലാത്തതിന് കസ്റ്റം, നാട്ടാചാര രീതി, ഗോത്രാചാര രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെ കാളി, ഏതെങ്കിലും ഒരു മതത്തിന്റെ പണ്ഡിതൻ പറയുന്ന വിഡിത്തങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വിധിച്ചിരുന്നത്. അങ്ങനെ ഈ പെണ്ണ് കോടതി വരാന്ത കയറി ഇറങ്ങിയിട്ടും ഈ പെണ്ണിന് തന്റെ പിതാവിന്റെ സമ്പത്തിൽ നിന്നൊരു ചില്ലി പൈസ കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ 1930 ഇവൾ സമീപിക്കുന്നത് പഞ്ചാബ് കോടതിയാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമരം ആളിക്കത്തുന്ന സാഹചര്യമായിരുന്നു അത്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ വലിയ വലിയ പ്രക്ഷോഭങ്ങളും സിംബോസിയങ്ങളും അവിടെ നടന്നു, ഇന്ത്യയിൽ നടന്നു. അങ്ങനെ പ്രഹസനങ്ങളും പ്രക്ഷോഭങ്ങളും സഹിക്കവയ്യാതെ 1937 പഞ്ചാബിൽ ഈ പ്രശ്നം നടക്കുന്നത്. 1937 ഒരു നിയമം വന്നു, മുസ്ലിം പേഴ്സണൽ ലോ. അതിൽ 7 കാര്യങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. 1 മാരേജ് ആണ്, 2 ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്, വിവാഹമോചനം, 3 സക്സഷൻ, അനന്തരാവകാശം, പിന്നെ മെയിന്റനൻസ്, ജീവനാംശം, പിന്നെ ഗിഫ്റ്റ്, ഗാർഡിയൻഷിപ്പ്, വഖഫ്, അങ്ങനെ പോകുന്നു നിയമങ്ങൾ. ഏകീകൃത സിവിൽ കോഡിനെ വിമർശിക്കുന്നവർ പറയുന്ന ന്യായം ഇതാണ്. നിങ്ങൾ ചിന്തിച്ചോ, 1937 സ്പെസിഫിക് ആയി എണ്ണിപ്പറഞ്ഞ 7 വിഷയങ്ങളിൽ ഇവിടെ മുസ്ലിം വ്യക്തി നിയമം വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആരും ഇല്ലെന്ന് പറയുന്നില്ല. മുസ്ലിം വ്യക്തി നിയമം ഇവിടെ വന്നിട്ടുണ്ട്. നോക്കൂ, മനുഷ്യനെ കബളിപ്പിക്കുന്നതിന്റെ ഉദാത്തമായ മാതൃക നിങ്ങൾ നോക്കൂ. ചോറുണ്ടെന്നവന് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മാരേജ് പറഞ്ഞു, വിവാഹം ഓക്കെ, ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കണം, അതിനുള്ള റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതിനുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ്, അത് പറഞ്ഞിട്ടില്ല. നായുടെ മുമ്പിൽ തൊണ്ടിത്തേങ്ങ കൊടുക്കുക എന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ഈ 7 വിഷയങ്ങൾ സ്പെസിഫിക് ആയി പറഞ്ഞ് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീകൾക്കും നിയമത്തിന്റെ സാധുത ലഭിക്കില്ല. അപ്പോ മാരേജ് വന്നല്ലോ, വിവാഹത്തിന്റെ ഇത് വന്നല്ലോ, വിവാഹമോചനം വന്നു, ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ആക്ട് വന്നിട്ടുണ്ട്.
ആരെ വിവാഹമോചനം നടത്തണം, ആരെ നടത്തണം, എങ്ങനെ നടത്തണം, ഏത് സാഹചര്യത്തിൽ നടത്തണം, ഒന്നുമില്ല. പിന്നെ എന്തു ഇവിടെ വന്നത്? പിന്നെ എന്തു വന്നെന്നാണ് ഇവരിങ്ങനെ കൊടി പിടിക്കുന്നത്? ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വള്ളിക്ക് പുള്ളിക്ക് പോലും വ്യത്യാസം വരുത്താൻ കഴിയില്ല എന്ന് ഇവരെങ്ങനെ പറയും? അപ്പോ ശരീഅത്ത് പറയുന്നത് പെണ്ണിനെ വേണോ കൂടെ കൊണ്ടേക്കോ, വേണ്ടേ ടാറ്റ പറഞ്ഞു വിട്ടോ, ഇതിനെയാണ് അംഗീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിലാണ് തൊലാക്ക് എന്ന് പറഞ്ഞിട്ടില്ല, വിവാഹമോചനം പറഞ്ഞു. വിവാഹമോചനം എന്ന് പറയുമ്പോൾ ഞാൻ മോചിപ്പിച്ചാലും വിവാഹമോചനമാണ്, അദ്ദേഹം മോചിപ്പിച്ചാലും വിവാഹമോചനം തന്നെയാണ്. ഇത് രണ്ടും ഏത് രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ അനന്തരാവകാശം ഞാൻ പിന്നീട് വരാം. അതുപോലെ മെയിന്റനൻസ്. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ ഒഴിവാക്കിയാൽ പിന്നീട് അയാൾക്കൊന്നും കൊടുക്കണ്ട. ആ പെണ്ണിന് ഇത്രയും കാലം ഇവന്റെ ചവിട്ടും കുത്തും കൊണ്ടത് വെറുതെ, ഒന്നും കൊടുക്കണ്ട. മതനിയമം പറയുന്നത് നോക്കൂ, ലാ യജിബു അലൈഹി ദവാഉൻ ലിമർലിഹാ ഉജ്റത്തു തബീബ്. നിന്റെ ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അസുഖം വന്നാൽ അതിന്റെ പേരിൽ ഒരു ചില്ലി കാശ് പോലും നീ ഡോക്ടർക്ക് കൊടുക്കണ്ടെന്ന് മതനിയമം. ഇതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇതിനെതിരെ ശബ്ദിക്കേണ്ടതില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ഇത്ര നാളും ഇവന്റെ മക്കളെ പ്രസവിച്ച് ഇവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിക്കണ്ട് ജീവിച്ച് ഇവന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു നോക്കി ഇവന്റെ സഹോദരങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് എനിക്കൊരു പനി വന്നാൽ ഒരു പൈസ പോലും വൈദ്യന് കൊടുക്കുകയോ എന്നെ നോക്കുകയോ വേണ്ടെന്ന് പറയുന്ന ഈ ശരീരത്ത് മനസാക്ഷിയുള്ളവർക്ക് എങ്ങനെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത്? അതിലേക്കാണ് എന്റെ വിരൽ ചൂണ്ടുന്നത് ഞാൻ. അപ്പോൾ ഈ പെണ്ണിനെ ഇനി നോക്കൂ, എന്റെ പിതാവാണ് പിടിച്ചെന്റെ ഭർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ വെച്ചു കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അസുഖം വരുന്ന സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിന്റെ കീഴിൽ കൊണ്ടുവിട്ടിട്ട് അയാൾക്ക് സ്ഥലം വിടാത്രേ. ഇന്നത്തെ ഹനഫി മദ്ഹബ് പ്രകാരമുള്ള ഗ്രന്ഥങ്ങൾ ഫത്ഹുൽ മുഈൻ പോലെ, തുഹ്ഫ പോലെ, മഹല്ലി പോലെ, ഉംദ പോലെ, ഇതൊക്കെ ഹനഫി മദ്ഹബ് പ്രകാരവും ഷാഫി മദ്ഹബ് പ്രകാരവും ഒക്കെയുള്ള മദ്ഹബി ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയും ചവിട്ടിത്തേക്കുകയും പെറാനും പേറാനും മാത്രമുള്ള ഒരു ഭോഗവസ്തുവായി സ്ത്രീകളെ മാറ്റുമ്പോൾ എങ്ങനെയാണ് മനസാക്ഷിയുള്ളവരെ ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഈ മതനിയമങ്ങൾക്കെതിരെയാണ് കല്ലെറിയേണ്ടത്. ഇത് ഖുർആനിക നിയമമല്ല. ഖുർആനിക നിയമം സ്ത്രീകളെ ആദരിക്കുന്ന നിയമമാണ്. ഖുർആനിക നിയമം ഒരിക്കലും സ്ത്രീകളെ ചവിട്ടിത്തേക്കാൻ പറയുന്ന നിയമങ്ങളല്ല. ഇത് ഖുർആനിക നിയമമാണെന്നും ഇത് ശരീഅത്ത് നിയമമാണെന്നും പറഞ്ഞ് നമ്മുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്നത് മതപണ്ഡിതന്മാരാണ്. എന്ന് തുടങ്ങുന്ന ഇഞ്ചക്ഷനാണിതെന്നറിയാമോ? 3 വയസ്സ് മുതൽ ഈ കുട്ടി ഉമ്മ എന്നോ അമ്മ എന്നോ വിളിക്കാൻ പാകത്തിന് പ്രായമാകുന്ന സമയം മുതൽ ഈ കുട്ടിയെ മൂടിപ്പൊതിഞ്ഞു വിടും മതപാഠശാലയിലേക്ക്. ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്തു വെക്കുന്ന മതം പിന്നീട് എങ്ങനെയാണത് വളർന്ന് പന്തലിച്ചു കഴിയുമ്പോൾ പറിച്ചറിയാൻ സാധിക്കുന്നത്? അടയ്ക്കയാകുമ്പോൾ മടിയിൽ വെക്കാം, അടയ്ക്കാമരമാകുമ്പോഴോ വേരുകൾ ഊന്നിപ്പോകും, ചെയ്യാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ ഈ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചിരിക്കുന്നത്. ചെറിയ പ്രായം മുതൽ ഈ കുട്ടികളെ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത്ര വൃത്തികേടുകൾ ബ്ലൂ ഫിലിമിൽ പോലും ഇല്ലെന്ന് ഞാൻ പറയും. കാരണം ഞാനും ഒരു മദ്രസ അധ്യാപികയായിരുന്നു 16 വർഷം. ഈ കുട്ടികളെ ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ കുട്ടികളോട് പറയും, മക്കളെ എക്സാമിന് വേണ്ടി മാത്രം ഇതൊന്ന് പഠിച്ചോ, ഈ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് പഠിച്ചോ. കാരണം എനിക്ക് മനസാക്ഷി കുത്തുണ്ടായിരുന്നു. നബി ജനിക്കുമ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്. അപ്പോ കുട്ടികൾ ചോദിക്കും, എന്താ ടീച്ചറെ ചേലാകർമ്മം? അപ്പോ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ അപ്പൊ ഈ ഒരു കുട്ടി വളരെ ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ ഈ കുട്ടികൾ പറയും, എന്റെ അനിയനൊന്നും ചെയ്തിട്ടില്ല, നബിക്ക് മാത്രമേ ഈ സംഭവം ചെയ്തിട്ടുള്ളൂ. അപ്പം ആൺകുട്ടികൾ ചോദിക്കും, എന്തൊരു വേദനയാ, എന്തിനാ ഇങ്ങനെ വെട്ടിക്കളയുന്നത്? ഇങ്ങനെയൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല.
അതുപോലെ 7ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 13 വയസ്സുണ്ടാകും, അല്ലെങ്കിൽ 12 വയസ്സുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ കിടപ്പറയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത്തരം മത നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പണ്ഡിത പുരോഹിത വർഗങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? അവര് തന്നെ ഈ മതം അങ്ങ് അടങ്കലെടുക്കുകയാണെങ്കിലോ അവരുടെ മതങ്ങൾ, അവരുടെ ഈ വിഡ്ഢിത്തങ്ങളായ നിയമങ്ങൾ സാധാരണക്കാരായ ഈ വെള്ള പേപ്പർ പോലെ ശുദ്ധമായ പ്രതലമുള്ള ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് ഇതങ്ങനെ കുത്തിവെക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് വിഷസൂചി കൊണ്ടാണ് ഇത് ഇറക്കിക്കളയുന്നത്? ഈ കുട്ടികൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് ഈ കുട്ടികളെ ഈ മതത്തിന്റെ വികലമായ ആശയങ്ങൾ കുത്തിവെച്ച് ഈ കുട്ടികളുടെ ഭാവി തൊലയ്ക്കുന്ന ഈ പണ്ഡിതന്മാരെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഇത്തരം നികൃഷ്ടമായ ചര്യകൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ മാത്രമാണ് പറയുന്നത്. ഇനി എല്ലാവരെയും പറഞ്ഞു എന്ന് കരുതി ആരും വാളെടുക്കണ്ട. അപ്പോ 1937 നിലവിൽ വന്ന ഈ നിയമങ്ങളിൽ ഒന്നും ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഏത് സാഹചര്യത്തിൽ വിവാഹം കഴിക്കണം, എങ്ങനെ ഒഴിവാക്കണം, എങ്ങനെ അനന്തരാവകാശം, കുട്ടികളെ നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്താൻ പാടുണ്ടോ, കുട്ടികളെ ഈ മതം ഇങ്ങനെ പഠിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും, ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ പണ്ഡിതന്മാർ മക്കളെ പഠിപ്പിക്കുന്നില്ല. മക്കളെ പഠിപ്പിക്കുന്നത് ഇതാണ്: മുഹമ്മദ് നബി ജനിച്ചപ്പോൾ സാവാ തടാകം വറ്റിവരളുകയും കിസ്ര രാജാവിന്റെ കൊട്ടാരം തകർന്നു വീഴുകയും, നോക്കൂ, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ തലകീഴായി വീഴുകയും, അതുപോലെ അറബി ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന അഗ്നികൾ കെട്ടുപോവുകയും, ഇതൊക്കെ ചെയ്തു എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ബിംബമാണ്. ബിംബവൽക്കരിക്കപ്പെട്ട മുഹമ്മദ് നബിയെ സംശയമില്ല. അപ്പോൾ ഈ നബി ജനിച്ചപ്പോൾ ഇത്തരം ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മുഹമ്മദ് നബി എന്ന ഒരു നന്മ ഭൂലോകത്ത് ജനിക്കുമ്പോൾ മര്യാദക്കിരുന്ന ആ കൊട്ടാരം എന്തിനാ തകർന്നടിയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? പേർഷ്യക്കാർ കഷ്ടപ്പെട്ട് ആരാധിച്ചിരുന്ന അഗ്നികൾ കെട്ടുപോവുക, അതുപോലെ അവരെ ഒപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിരുന്ന ബിംബങ്ങളൊക്കെ തലകുത്തി വീഴുക. എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് വെക്കെ. ഇത്തരം വികലമായ ആശയങ്ങൾ നമ്മുടെ പിഞ്ചോമന മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുത്തിവെക്കുന്നതിനെ ശരീഅത്ത് നിയമം എന്ന ഓമനപ്പേരിട്ട് ഇവർ വിളിക്കുന്നു. ഈ 3 വയസ്സ് മുതൽ ഈ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇത്തരം മതനിയമങ്ങൾ കുത്തിവെച്ചില്ലെങ്കിൽ കുട്ടികൾ വഴിവിട്ടു പോകുമെന്ന് ഇവർ ഭയക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോരോ മക്കളും അവനവന്റെ ഓരോ ആൺമക്കളും അവനവന്റെ അമ്മമാരെ പൂർണ്ണ നഗ്നയായി മുമ്പിൽ നിന്നാൽ പോലും എന്തുകൊണ്ടാണ് അവർക്ക് ഉദ്ധാരണം ഉണ്ടാകാത്തതും വ്യഭിചരിക്കാത്തതും? എന്തുകൊണ്ടാണ്? സംസ്കൃത ഭാഷയിലോ അറബി ഭാഷയിലോ ഹീബ്രു ഭാഷയിലോ എഴുതിയ മതഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് നൈസർഗികമായി തന്നെ അവന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മാതാവുമായിട്ടുള്ള ഒരു രക്തബന്ധമുണ്ട്, ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അവനിലുള്ള ഒരു 6th സെൻസ്, സാമാന്യ ബോധം തന്നെ മതിയാകും അതിന്. അതല്ലാതെ മതഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ല ഇവിടെ ഒരു പണ്ഡിതനും ഒരു നിയമങ്ങളും കൊണ്ടുവരുന്നതും ഒരു ആചാര നിയമങ്ങളും അനുഷ്ഠിക്കുന്നതും. മതനിയമങ്ങൾ പറയുന്ന ഇത്തരം കള്ളക്കഥകളെ മതാചാരമെന്നും ഓമന പേരിട്ട് വിളിച്ച് പൂവിട്ട് ആചരിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോകുന്ന നീതിയുടെ മുകളിലാണ് ഇവർ ചവിട്ടി നിൽക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ 1939 1937 നിലവിൽ വന്ന ഈ നിയമങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയണം. വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും അനന്തരാവകാശത്തെക്കുറിച്ചും ഒക്കെ. ഇനിയും ഖുർആൻ എന്താണ് ഈ മതനിയമങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഖുർആൻ പറയാണ്, കാര്യങ്ങളിൽ നിനക്ക് ഞാനൊരു പാതയുണ്ടാക്കി തന്നിട്ടുണ്ട്. ഖുർആൻ പറയാണ്, ഒരു മാർഗം, ഒരു സരണി, അതിനെ നിങ്ങൾ പിൻപറ്റിക്കോളൂ.
അതല്ലാതെ എന്ത് ചെയ്യണ്ട? വലാ തത്തബിഉ സുബുല വലാ തത്തബിഉഹാ, വേറൊന്നിനെയും നിങ്ങൾ പിൻപറ്റണ്ട. അപ്പൊ നിങ്ങൾ പിൻപറ്റേണ്ടത് ശരീഅത്തുൻ മിനൽ അംർ, കാര്യങ്ങളിൽ നിന്നുള്ള മതനിയമങ്ങളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഖുർആനിക നിയമമാണ് സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ ഖുർആനിക നിയമം സ്ഥാപിക്കപ്പെടണം. ഖുർആനിക നിയമം ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമാണ്. ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമാണ്. അപ്പോൾ ആ നിയമം വന്നാൽ മതി. ആ നിയമം വന്നാൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് പുലരും. ഇതിവിടെ ആരുടെയും മതങ്ങളെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ വിശ്വാസങ്ങളെയോ കർമ്മങ്ങളെയോ ഒന്നും സംഭവിക്കില്ല. അപ്പോ ഓരോ സാഹചര്യത്തിലും 1930കളിൽ പഞ്ചാബിലെ കേസോടുകൂടിയാണ് 1937 ഈ നിയമം വരുന്നത്. അതുപോലെ തന്നെ ഓരോരോ ആക്ടുകളും ആ സാഹചര്യത്തിൽ ഹിന്ദുക്കൾക്കൊരു നിയമങ്ങളില്ല. അങ്ങനെ ഹിന്ദുക്കൾ വല്ലാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ 1948 മുതൽ 1955 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹിന്ദുക്കൾ വല്ലാതെ അവർക്കൊരു സിവിൽ നിയമമില്ലാതെ ബുദ്ധിമുട്ടി. ആ സാഹചര്യത്തിൽ പിന്നെ ഒരു മതനിയമമില്ലാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ ഹിന്ദു കോഡ് ബില്ല് 1955 1956 ഹിന്ദു കോഡ് ബില്ല് വന്നു. അതിൽ വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിവാഹമായിരുന്നാലും ഡിസൊല്യൂഷൻ ആയിരുന്നാലും മെയിന്റനൻസ് ആയിരുന്നാലും ഗാർഡിയൻഷിപ്പ് ആയിരുന്നാലും സക്സഷൻ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ തൊലാഖിന്റെ വിഷയത്തിൽ ഫസഖ് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. സ്ത്രീകൾക്ക് ആണിനെ ഒഴിവാക്കാവുന്ന ഒരു ആക്ട്. അതിന് ധാരാളം നിയമങ്ങളുണ്ട്. 8-9 നിയമങ്ങൾ ഇവർ എണ്ണിപ്പറയുന്നുണ്ട്. 1939 നിലവിൽ വന്ന ആക്ടാണ്. ബുദ്ധി നോക്കിക്കോ, പൗരോഹിത്യത്തിന്റെ ബുദ്ധി. വ്യക്തി നിയമം പുരുഷനിൽ അധിഷ്ഠിതമാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അതിൽ പറയുന്നത് 4 വർഷം ഇയാളെ കാണാതാവണം. ഇയാൾ ജയിലിൽ കിടക്കുകയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസണോടുകൂടി 4 കൊല്ലം ഈ പുരുഷൻ ജയിലിലാവുകയോ അല്ലെങ്കിൽ ഇയാളെ കാണാതാവുകയോ ചെയ്യണം. ഇനിയും 2 കൊല്ലം ഈ പെണ്ണിന് ഇവന്റെ കുട്ടിക്കും ഒരു എക്സ്പെൻസും കൊടുക്കരുത്. 2 ദിവസമല്ല, 2 കൊല്ലം. അപ്പൊ ബുദ്ധിമാൻ എന്ത് ചെയ്യും? 23 മാസമാകുമ്പോൾ 100 രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ചെലവിന് കൊടുത്തല്ലോ, വീണ്ടും 2 വർഷം കൂടി ഇയാൾക്ക് ഇങ്ങനെ പോകാം. അപ്പൊ 2 കൊല്ലം വീട്ടിൽ ചെലവിന് കൊടുക്കരുത്. ഇനിയും 7 കൊല്ലമോ അതിൽ കൂടുതലോ, നോക്കൂ, ചിന്തിച്ചു നോക്കൂ, 7 കൊല്ലമോ അതിൽ കൂടുതലോ ജയിൽവാസം, ഇയാൾ ജയിൽവാസിയായിരിക്കണം. 7 കൊല്ലം ഈ പെണ്ണി കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടണം എന്നാ പറയുന്നത്. അതുപോലെ ന്യായമായ കാരണമില്ലാതെ 3 കൊല്ലം ഇവർ പരസ്പരമുള്ള ദാമ്പത്യം പരാജയപ്പെടണം. 3 കൊല്ലം. എന്നാൽ എന്ത് ചെയ്യാം? ഇവൾക്ക് ഇയാളെ ഒഴിവാക്കാം. ഇനിയും വിവാഹം കഴിക്കുന്ന സമയത്ത് നപുംസകമായിരിക്കുകയോ ശിഖണ്ഡി ആ അവസ്ഥ തന്നെ തുടരുകയോ ചെയ്താൽ ഈ പെണ്ണിന് ഇയാളെ ഒഴിവാക്കാം. ഐഡിയ കിട്ടിയോ? അപ്പോ ഇനിയും 2 വർഷം ചിത്തഭ്രമം, കുഷ്ഠം, മറ്റു ജനനേന്ദ്രിയ രോഗങ്ങൾ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ ഇവൾക്ക് അവനെ ഒഴിവാക്കാം. നമ്മൾ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് ഇവിടെയാണ്. ഫസക്കിന് വന്ന ഒരു പെണ്ണിന് ഒരു ആണിനെ ഒഴിവാക്കാൻ 8 കാരണങ്ങൾ നിലവിൽ വന്നപ്പോൾ പെണ്ണിനെ ആണ് ഒഴിവാക്കുന്ന ത്വലാഖ് എന്ന കാരണത്തിന് 1 പോയിന്റ് പോലുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെതിരെ ശബ്ദിക്കേണ്ടതില്ലേ? ഇതിനെതിരെ സംസാരിക്കേണ്ടതില്ലേ? ഇതിനെതിരെ സംസാരിച്ചാൽ എങ്ങനെയാണ് മതത്തിനെതിരാകുന്നത്? എങ്ങനെയാണ് വിശ്വാസങ്ങൾക്ക് എതിരാകുന്നത്? എങ്ങനെയാണ് ശരീഅത്തിനെതിരാകുന്നത്? ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ പറയുന്നത്, ഒരു പുരുഷൻ ഒരു പെണ്ണിനെ 1 ത്വലാഖ് ചെയ്യാൻ മതിയായ കാരണങ്ങൾ ഉണ്ടാകണം. 15ഓളം രാജ്യങ്ങളിൽ ഇസ്ലാമിക ശരീഅത്ത് നിലവിലുള്ള 15ഓളം രാജ്യങ്ങളിൽ ത്വലാഖ് നിയമം മൂലം എടുത്തുമാറ്റിയ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത്. സിറിയ പോലെ, അൾജീരിയ പോലെ. അൾജീരിയയിലൊന്നും ഒരു രക്ഷയുമില്ല. കോടതിയിൽ ഇവരെ കേസ് ഫയൽ ചെയ്യണം, പിന്നെ കൗൺസിലിംഗ് ആയി
പിന്നെ ഇവർ തമ്മിലുള്ള കോംപ്രമൈസ് ചർച്ചയായി 90 ദിവസം ഇയാൾ കോടതി വരാന്ത കയറി ഇറങ്ങണം. എന്നാൽ മാത്രമേ ഇയാൾക്ക് ത്വലാഖ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിരുപാധികമായ ത്വലാഖ് അംഗീകരിച്ചു കൊടുക്കുന്നതിനെതിരെയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെതിരെ സംസാരിക്കുന്നവർ, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിങ്ങൾക്ക് മതനിയമമാണ്, ശരീഅത്താണ്. ശരീഅത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ പോലും കോട്ടം സംഭവിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഈ മതപണ്ഡിതന്മാർ ആദ്യം ആ ശരീഅത്തെങ്കിലും ഒന്ന് വായിക്കണം. ആ ശരീഅത്തെങ്കിലും ഒന്ന് വായിക്കണം. ഹദീസുകൾ എന്ന് പറയുന്ന ബ്ലണ്ടറുകളിൽ ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു പോയാൽ അവളുടെ കക്ഷം മണപ്പിച്ചു നോക്കണമെന്ന് വരെ പറയുന്ന ഹദീസുകൾ ഇന്നുണ്ട്. എത്രമാത്രം മ്ലേച്ഛമാണ് ആ രീതി എന്ന് നോക്കൂ. അപ്പോൾ പെണ്ണിന് യാതൊരു വിധമായ വിലയുമില്ല. ഏതു സാഹചര്യത്തിലും ചുരുട്ടിക്കൂട്ടി എറിയാനുള്ള പേപ്പർ പോലെ, പഴം തുണി കഷ്ണങ്ങളെ പോലെ ഈ പെണ്ണിനെ ഇത്രമാത്രം നിസ്സാരവൽക്കരിക്കുമ്പോൾ ഈ ശരീഅത്തിനെ കെട്ടിപ്പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇവിടെ ഖുർആനിന്റെ നിയമം പുലരണം. ഖുർആനിന്റെ നിയമമാണ് പുലരുന്നതെങ്കിൽ പോലും പെണ്ണിന് കിട്ടാവുന്നതിൽ പരം ഏറ്റവും വലിയ നീതി തന്നെയാണ് കിട്ടുന്നത്. 1995 കാർഗിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ആരിഫ് എന്ന ഒരു പയ്യൻ ജയിലിലായി. 4 വർഷമായി കണ്ടില്ല. ഫസക്കിന് നിയമമുണ്ടല്ലോ, 4 വർഷം കാണാതിരുന്നാൽ, എക്സ്പെൻസ് കൊടുക്കാതിരുന്നാൽ അയാളെ ഒഴിവാക്കാൻ. അങ്ങനെ ഗുഡിയ എന്ന പെൺകുട്ടി, ആ പയ്യന്റെ പേര് ആരിഫ്, അവൻ കാർഗിൽ ജയിലിലായി 1995. അങ്ങനെ ഈ പെണ്ണിനെ തൗഫീഖ് എന്ന ഒരു പയ്യനെ കൊണ്ട് കെട്ടിച്ചു. കെട്ടി ഈ പെണ്ണ് 7-8 മാസം ഗർഭിണിയായ സാഹചര്യത്തിൽ ആരിഫ് ജയിൽ മോചിതനായി തിരിച്ചു വരുന്നു. മതപണ്ഡിതന്മാർ ചർച്ച കൂടി. ഈ പെണ്ണിനെയും ആരുടെ കൂടെ പോകണം? പെണ്ണ് നിർബന്ധം പിടിച്ചു. കാരണം തൗഫീഖ് 2ാം ഭർത്താവിന്റെ കുട്ടിയാണ് ഇവളുടെ വയറ്റിൽ, അതുകൊണ്ട് എനിക്ക് അവന്റെ കൂടെ പോണം. സമ്മതിക്കില്ല മതപണ്ഡിതന്മാർ. അവർ തലയിൽ വെച്ചെടുത്താലും തീരാത്തത്ര മതഗ്രന്ഥങ്ങളുമായി വന്നു, ഫത്വകളുമായി, ഉപദേശങ്ങളുമായി വന്നു. അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ നിർബന്ധിച്ച് ആദ്യത്തെ ഭർത്താവായ ആരിഫിന്റെ കൂടെ ഗുഡിയായെ പറഞ്ഞുവിട്ടു. ആ ഗുഡിയ ഒരു കുട്ടിയെ പ്രസവിച്ചു, ഒരു ആൺകുട്ടിയെ. മത്തീൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഗുഡിയ പ്രസവത്തോടുകൂടി മരിച്ചു. ഈ കുട്ടിയുടെ അവകാശി ആരാണ്? ഈ കുട്ടിയുടെ യഥാർത്ഥ പിതാവ്, അതായത് തൗഫീഖ് എന്ന പയ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പയ്യൻ ഈ കുട്ടിയെ കൊടുത്തില്ല. മതപണ്ഡിതന്മാരുടെ ക്രൂരത നോക്കൂ. ഈ കുട്ടിയെ വിട്ടത് ഗുഡിയയുടെ പേരൻസിന്റെ കൂടെയാണ്. അങ്ങനെ വേണ്ടുന്ന രൂപത്തിൽ ആ കുട്ടിക്ക് ശിക്ഷണം കിട്ടാതെ ആ കുട്ടി മരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് ശരീഅത്ത്. ഇമ്രാന എന്ന 28 വയസ്സുകാരി 5 മക്കളുടെ ഉമ്മയാണ്. ഭർത്താവിന്റെ അച്ഛൻ ഇവളെ കയറി ബലാത്സംഗം ചെയ്തു. ഉടനെ വന്നു മതപണ്ഡിതന്മാരുടെ ഫത്വ, ഇവൾ ഇമ്രാന ഇനി മുതൽ പിന്നെ മകന്റെ ഭാര്യയല്ല, പിന്നെ ആരുടെ ഭാര്യയാണ്? പിതാവിന്റെ ഭാര്യയാണ്. ആര് ചെയ്ത തെറ്റിന്റെ പേരിൽ, ആരു ചെയ്ത നിയമ ഭേദഗതിയുടെ പേരിൽ, ആരുണ്ടാക്കിയ ശരീരത്തിന്റെ പേരിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും അനുഭവിച്ച് ചവിട്ടി തേക്കുന്ന, എത്രമാത്രം താഴ്ന്നു കൊടുത്താലും തലയിലേക്ക് ചവിട്ടിയരച്ച് അതിന് മുകളിലേക്ക് പടുകൊട്ടാരങ്ങൾ പടുത്തുയർത്തി ഈ കയറിപ്പോകുന്ന ഈ മതപണ്ഡിതന്മാരെ എങ്ങനെയാണ് അനുകൂലിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ ശരീഅത്തിനെ അനുകൂലിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ പെണ്ണിന് ആണിനെ ഒഴിവാക്കാൻ ആ ഫസക്കിൽ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും ഗുഡിയായ്ക്ക് നീതി കിട്ടാത്ത ലോകം. അതുപോലെ തന്നെ മേരി റോയ് എന്ന് പറയുന്ന ലേഡി, സാറ് പറഞ്ഞു, അവർക്ക് അനന്തരാവകാശം കിട്ടാതെ അവർക്ക് വേണ്ടിയുള്ള റൈറ്റിന് വേണ്ടി
അവരുടെ പിതാവായ ഐസക്കിന്റെ സമ്പത്തിൽ ഞാനും അർഹയാണെന്ന് പറഞ്ഞവർ കോടതി വരാന്തകൾ കയറി ഇറങ്ങി. ഒടുവിൽ അവർ തന്നെ വിജയിച്ചു, അവർക്ക് സമ്പത്ത് കിട്ടി. അപ്പോൾ ഇങ്ങനെ എത്ര മേരി റോയിമാർ കോടതി വരാന്തകൾ കയറി ഇറങ്ങി ഇവന്റെയൊക്കെ കയ്യിൽ നിന്നും പിച്ചത്തുട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി. ഷബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ, അദ്ദേഹം ലോയറാണ്, ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ അഡ്വക്കേറ്റായ അദ്ദേഹത്തോടൊപ്പം ഈ ഷബാനു 14 വർഷം ജീവിച്ചു. 14 വർഷം ജീവിച്ച ശേഷം ഒരു ദിവസം ഈ പെണ്ണിനേക്കാൾ, ഷബാനുവിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് ആ ഭാര്യയോടൊപ്പം, ഭർത്താവ് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന രണ്ടാമത്തെ ഭാര്യയോടൊപ്പം 32 വർഷം ഈ ഷബാനു ജീവിച്ചു. 7 കൊല്ലം കോടതി വരാന്തകൾ കയറി ഇറങ്ങി അവർക്കു നീതി ലഭിക്കുന്നതിന് വേണ്ടി. ഒടുവിൽ ഷബാനുവിന് നീതി കിട്ടി. ഇങ്ങനെ മേരി റോയിയെ പോലെ, ഷാബാനുവിനെ പോലെ എത്ര പേർ. കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനൽ സംഘടിപ്പിച്ച ഒരു അഭിമുഖത്തിൽ ഒരു സെക്കീന എന്ന് പറയുന്ന ഒരു സ്ത്രീ സംസാരിക്കുവാണ്. മുസ്ലിം ലീഗിന്റെയും ധാരാളം പണ്ഡിതന്മാർ, മന്നാനിയ കോളേജിലെ കോഴിക്കോട് പ്രിൻസിപ്പളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവരിങ്ങനെ തൊലാഖിനെ കുറിച്ച് അങ്ങനെ പറയാണ്. ആണൊരുത്തൻ ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുപോയാൽ അവര് സൂചിപ്പിക്കുന്ന പദങ്ങൾ നോക്കൂ. അവർക്കൊന്ന് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു എമർജൻസി എക്സിറ്റ് വേണ്ടേ? ഫ്ലൈറ്റിൽ പോലും അസൗകര്യങ്ങളുണ്ട്. എമർജൻസി എക്സിറ്റ് ഇത് ആണുങ്ങൾക്ക് മാത്രം രക്ഷപ്പെടാനുള്ള രക്ഷാകവാടമാ? ഇതെന്താ പെണ്ണുങ്ങൾക്ക് വേണ്ടേ എമർജൻസി എക്സിറ്റ് ഒന്നും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, തൊലാഖ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയോടൊപ്പം ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല, വെറും താല്പര്യം. ഈ തൊലാഖ് ചെയ്യുന്നതിനു മുമ്പ് ഖുർആൻ പറഞ്ഞ ധാരാളം കാരണങ്ങളുണ്ട്. നിങ്ങൾ പരസ്പരം പിളർപ്പുണ്ടാകുമെന്ന് ഭയന്നാൽ എന്ത് ചെയ്യണം? അവരുടെ രണ്ടുപേരുടെ വീടുകളിൽ നിന്നും എന്ത് ചെയ്യണം? ഒരു കുടുംബക്കാരൻ പ്രവർത്തിക്കണം. അതിനു മുമ്പ് ഇദ്ദേഹം അവളെ ഉപദേശിക്കണം. ഒരു തൊലാഖ് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞ നിയമങ്ങളാണ്. ഇദ്ദേഹം ഈ പെണ്ണിനെ ഉപദേശിക്കണം, കിടപ്പറയിൽ നിന്നും വിട്ടുനിൽക്കണം, വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് അവളെ ബോധവതിയാക്കണം. ഇത്രയും ചെയ്യുമ്പോൾ അവൾ അനുസരിച്ചാൽ മറ്റൊരു നിയമ നടപടിയും നീ അവൾക്ക് മേൽ സ്വീകരിക്കേണ്ടെന്ന് ഖുർആൻ. ഇതിലുള്ളതൊന്നും സ്വീകരിക്കാതെ, ഇതിലുള്ള ഒരു നിയമങ്ങളും ഫോളോ ചെയ്യാതെ പെട്ടെന്ന് തൊലാഖ് പറഞ്ഞു വിടുന്നതിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. ഇവിടെ വിമർശിക്കുന്നത് ഒരു കാരണവുമില്ലാത്ത നിരുപാധികമായ തൊലാഖിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. അപ്പോൾ അതുപോലെ വിവാഹമോചനം, ഇനിയും ധാരാളം വിഷയങ്ങൾ വേറെയുമുണ്ട്. അനന്തരാവകാശം നോക്കൂ. എന്റെ വാപ്പയ്ക്ക് ഞാനും എന്റെ സഹോദരനും 2 മക്കളാണെന്ന് വിചാരിക്കുക. 2 മക്കൾ. അതെ, ഞാൻ മരിച്ചുപോയി. എന്നാൽ എന്റെ മക്കൾക്ക് എന്റെ പിതാവിന്റെ സ്വത്തിൽ നിന്നൊരു ചില്ലി പൈസ കിട്ടില്ല. അതുപോലെ ഒരു പിതാവിന്റെ ഒരു മകൻ മാത്രമാണ് അവകാശിയെങ്കിൽ അവൻ ആ പിതാവിന്റെ സമ്പത്ത് മുഴുവൻ കിട്ടും. ഇനിയും ഒരു പെൺകുട്ടിയാണ് അവകാശിയെങ്കിൽ അവൾക്ക് ഈ പിതാവിന്റെ സമ്പത്ത് മുഴുവൻ കിട്ടില്ല. ഒരു മകളെ ഉള്ളെങ്കിൽ പോലും കിട്ടില്ല. അത് പോകുന്നത് ആർക്കാണ്? വാപ്പയുടെ സഹോദരങ്ങൾക്കും സഹോദരങ്ങളുടെ മക്കൾക്കും. അങ്ങനെ ധാരാളം. ഇത് നമ്മുടെ അബ്ദുൽ അലി മാഷ് പറയും, അനന്തരാവകാശം അദ്ദേഹത്തിനാണ് നന്നായിട്ട് തിരിയുന്നത്. അപ്പോൾ ഈ അനന്തരാവകാശ നിയമങ്ങൾ ഖുർആൻ പറഞ്ഞു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ആരാണോ മതത്തെ കളവാക്കുന്നവനെന്ന് നിനക്കറിയാമോ?
അവനാണ് അനാഥകളുടെ സംരക്ഷണത്തിന്, അനാഥകളുടെ ഭക്ഷണത്തിന് പ്രേരണ നൽകാത്തവൻ, താല്പര്യം കാണിക്കാത്തവൻ. ആ മതത്തിന്റെ അനുയായികൾ, ആ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ അനാഥകളെ സൃഷ്ടിച്ചുവിടുന്ന ശരീഅത്തിന്റെ പിൻഗാമികളായി പോയപ്പോൾ ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടായി. അതുപോലെ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ സ്വത്തുക്കൾ അനന്തരാവകാശം ചെയ്യാൻ ഏകദേശം കാര്യങ്ങളിലും സാധിക്കില്ല. പെണ്ണിനെവിടെയും പകുതി നോക്കൂ, നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. നിങ്ങൾക്ക് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണുള്ളതെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ആൺകുട്ടികൾക്ക് കൂടുതലും പെൺകുട്ടികൾക്ക് കുറവും കൊടുത്താൽ മക്കൾ എന്തു ചോദിക്കും? അതെന്താ പപ്പ, അല്ലെങ്കിൽ അതെന്താ അച്ഛാ, അതെന്താ പപ്പ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കില്ലേ? ഞാനെന്താ നിങ്ങളുടെ മകളല്ലേ എന്ന് ചോദിക്കില്ലേ? കുട്ടികൾക്ക് എത്രമാത്രം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. അപ്പോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പക്ഷപാതിത്വമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇത്തരം ശരീഅത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിമർശിക്കുന്നത്. അല്ലാതെ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ മതത്തിനോ മതത്തിന്റെ അനുയായികൾക്കോ അത് പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കോ ഒന്നും സംഭവിക്കില്ല. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഈ മതനിയമങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ശരീഅത്ത് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ശരീഅത്ത് എന്ന് മനസ്സിലാക്കി തരാൻ ഒരു വാചകം ഒന്ന് പറയാം. അതായത് ഭർത്താവിന് ഭാര്യയെ അടിക്കാൻ 5 കാരണങ്ങൾ. ഭർത്താവിന് ഭാര്യയെ അടിക്കാൻ 5 കാരണങ്ങൾ. മതഗ്രന്ഥമായ ദഖീറ എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്. അവന്റെ സ്വകാര്യ ആവശ്യത്തിന് കിടപ്പറയിലേക്ക് വിളിച്ചിട്ട് അവള് പോയില്ലെങ്കിൽ അവളെ എന്ത് ചെയ്യാം? അടിക്കാം. അവൾ നമസ്കാരം ഉപേക്ഷിക്കുകയോ അവളുടെ ഭംഗി അവൾ ഇവന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? അതിനും അടിയാണ്. ഇനിയും ഇവളുടെ പിതാവാണ് മരിച്ചതെന്നു കേട്ടാൽ പോലും ഇദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ ഈ പെണ്ണ് വീട് വിട്ടു പോകാൻ പാടില്ല. എന്നാൽ എന്ത് ചെയ്യാം? അടിച്ചോളാൻ. ഈ പുരുഷൻ ഇവളുമായി പരസ്പര ബന്ധപ്പെട്ടതിന് ശേഷം ഇവള് കുളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവളെ അടിക്കാൻ. ആലോചിച്ച് നോക്കൂ, മതഗ്രന്ഥത്തിന്റെ നിയമസംഹിതയാണിത്. അപ്പൊ ഈ കാരണങ്ങളൊന്നും ഇയാൾക്ക് ബാധകമല്ല. ഇയാൾക്ക് കുളിക്കാൻ വേണ്ട, നനയ്ക്കാൻ വേണ്ട, ഈ പെണ്ണ് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇനി മതങ്ങൾ, ഈ ഇസ്ലാം എന്ന മതം നിലനിൽക്കുന്ന മദ്ഹബുകൾ, അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ മതപണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളാണ് ഇന്നത്തെ ശരീഅത്തിന് ആധാരം. ആ ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. تعجبت من هذا الزمان واهله فما أحد من ألسن الناس يسلم. മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്. കാരണം ഒരാളും മറ്റൊരാളുടെ നാവിൽ നിന്നും രക്ഷപ്പെടുന്നില്ല. ഇത് മഹാനായ ഒരു സമക്ഷരി എന്ന് പറയുന്ന ഒരു കവി എഴുതിയതാണ് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ. وَإِنْ حَنَفِيًّا قُلْتُ قَالُوا بِأَنَّنِي أُبِيحُ التِّلَاوَ وَهُوَ الشَّرَابُ الْمُحَرَّمُ. ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി 4 തരത്തിലാണ് മതങ്ങൾ മദ്ഹബുകളെ പരിചയപ്പെടുത്തുന്നത്. ഈ 4 മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളാണ് ഇന്നത്തെ ശരീഅത്ത്. ഇന്നത്തെ ഈ സിവിൽ നിയമം എല്ലാം സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും മുസ്ലിങ്ങളാണെങ്കിൽ അവര് ഫോളോ ചെയ്യേണ്ടുന്ന ശരീഅത്ത് ഈ 4 ഗ്രന്ഥങ്ങളാൽ അർപ്പിതമാണ്, അല്ലെങ്കിൽ ഈ 4 മദ്ഹബുകളാൽ അർപ്പിതമാണ്. മദ്ഹബ് മീൻസ് അഭിപ്രായം. ഇനി ഞാൻ ഹനഫി മദ്ഹബാണ്, ഞാൻ ഹനഫി മദ്ഹബുകാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളു കുടിക്കുന്നവനാണെന്ന് ആൾക്കാർ പറയും. അപ്പോ ഹനഫി മദ്ഹബിൽ എന്ത് ചെയ്യാം? കള്ളു കുടിക്കാം.
അപ്പൊ അതുകൊണ്ട് ഹനഫി മദ്ഹബുകാരനാണ് ഞാനെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. വഇൻ മാലികിയൻ ഖുൽതു ഖാലൂ ബി അന്നനി ഉബീഹു ലഹും അക്ലൽ കിലാബി വഹും ഹുമൂ. ഞാൻ മാലിക്കി മദ്ഹബുകാരനാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ മാലിക്കി മദ്ഹബുകാരനാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ കുറിച്ച് പറയും പട്ടിയിറച്ചി തിന്നുന്നവനാണ് അവന് എന്ന് പറയും. അപ്പൊ മാലിക്കി മദ്ഹബുകൾ എന്ത് ചെയ്യാം? പട്ടിയിറച്ചി ഹലാലാണ്, കഴിക്കാം. വഇൻ ഹംബലിയൻ ഖുൽതു ഖാലൂ ബി അന്നനി അഖൂലു ബി അന്നല്ലാഹ ദാത്തുൻ മുജസ്സമു. ഞാൻ ഹംബലി മദ്ഹബുകാരനാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ എന്നെ കുറിച്ച് പറയും അള്ളാഹുവിന് കയ്യും കാലും ഒക്കെ ഉള്ളവനാണ്, അള്ളാഹുവിന് ശരീരമുള്ളവനാണ്, പറയുന്നവനാണ് ഞാനെന്നവര് പറയും. അപ്പോൾ ഹംബലി മദ്ഹബിൽ അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, നമ്മൾ കാണുന്നത് പോലെ കാണും, ഇരിക്കും, കിടക്കും ഒക്കെ ചെയ്യും. വഇൻ ശാഫിഇയ്യൻ ഖുൽതു ഖാലൂ ബി അന്നനി ഉബീഹുൻ നികാഹൽ ബിൻതി വൽ ബിന്തു തഹ്റുമു. ഞാൻ ഷാഫി മദ്ഹബുകാരനാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഷാഫി മദ്ഹബുകാരനാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ കുറിച്ച് പറയും സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയെ വിവാഹം കഴിക്കുന്നവനാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ വ്യഭിചരിച്ചുണ്ടായ കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന നിയമമാണ് ഷാഫി മദ്ഹബിലുള്ളത്. അപ്പം ഇത്തരം വിഡ്ഢിത്തങ്ങൾ തലയിലേറ്റി ഈ സമൂഹത്തെ ഇത്ര നാളും കപട നാടകം കളിപ്പിച്ച യഥാർത്ഥ ഖുർആനിന്റെ ആശയത്തിലേക്കോ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന നീതി സഹജമായ ഒരു നിയമസംഹിതയിലേക്കോ ജനങ്ങളെ കൊണ്ടുവരാത്ത ഇത്തരം ശരീഅത്തിനെതിരെയാണ് ഞങ്ങളുടെ ശബ്ദം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നീതി പുലർത്തി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു റിപ്പബ്ലിക് ദിനം ആശംസിക്കുന്നു. സലാം.